നമസ്കാരം, വെൽക്കം ടു KS മെൻറ്റർ. കോമൺ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്നവരോടാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടാവും, എല്ലാം ശരിയാണ്. പക്ഷെ വെയിറ്റ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മിസ് ചെയ്ത് പോയിട്ടുണ്ടോ? എക്സാക്ട്ലി, നിങ്ങൾ ഒരു കാര്യം മിസ് ചെയ്തിട്ടുണ്ട്. ആ മിസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അത് മിസ് ചെയ്യരുത് എന്നത് നിങ്ങളുടെ ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ പാസ്സാവുന്നതിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. സോ മാമാങ്കം അല്ലെങ്കിൽ KS മെൻറ്ററിന്റെ കോമൺ ഡിഗ്രി പ്രിലിംസ് ഉദ്യോഗാർത്ഥികൾക്കുള്ള ടെസ്റ്റ് സീരീസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും, ഇല്ലെങ്കിൽ നിങ്ങൾ അറിയണം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ആദ്യം ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ എന്തിന് ഒരു ടെസ്റ്റ് സീരീസ് എടുക്കണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് കംപ്ലീഷൻ തന്നെയാണ്. PSC ഒരു നല്ല സിലബസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഡീകോഡിങ്ങും അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നെല്ലാം നമ്മൾ കവർ ചെയ്താണ്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടില്ലേ, ഒന്ന് കാണണം, അധികം സമയമില്ല. അപ്പോൾ അതിന് പുറമെ റിവിഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ റിവിഷൻ ചെയ്തില്ലെങ്കിൽ അത് മറന്നു പോകാനുള്ള സാധ്യത എത്രമാത്രം വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, എസ്പെഷ്യലി GS പോലെയുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ സിലബസ് കംപ്ലീഷൻ ആൻഡ് റിവിഷൻ എന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, പേടി ഞാൻ മാറ്റി നിർത്തുന്നു, നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് PSCയുടെ പാറ്റേൺ. PSCയുടെ ഇവോൾവ് ചെയ്ത് വരുന്ന പാറ്റേൺ, ചേഞ്ച് ആയിട്ട് ഇപ്പോൾ വീണ്ടും ഇവോൾവ് ചെയ്ത് വരുന്ന പാറ്റേണും ആൻഡ് ആ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാനും നിങ്ങളൊരു ടെസ്റ്റ് സീരീസ് എടുക്കണം. നിങ്ങളും ടോപ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? ടോപ്പേഴ്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്യും, റിവിഷൻ ചെയ്യും, കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ചെയ്യുന്ന കാര്യം, അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ എടുത്തോ, UPSCയോ PSCയോ എന്ത് വേണമെങ്കിൽ എടുത്തോ, അവർ ചെയ്യുന്നത് അവർ നല്ല ടെസ്റ്റ് സീരീസ് എടുക്കും. നമ്മുടെ PSC ക്രൗഡിൻ്റെ ഇടയിൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു കൾച്ചറും ഭയങ്കര കുറവാണ്. പക്ഷേ ആ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെയാണ് KS മെൻറ്ററിൻ്റെ ഈ ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ചിലൂടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ. ഓക്കെ, അപ്പോൾ PSC പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതും അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ PSC ഓരോ പരീക്ഷ പേപ്പറിലും നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിൽ എന്താ ഞങ്ങൾ ചോദിക്കാൻ പോകുന്നുള്ള ഹിന്റ് തരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ പൊട്ടൻഷ്യലായിട്ട് PSC വരുത്താൻ പോകുന്ന ചേഞ്ചുകളടക്കം ആക്ച്വലി അവർ അതിന് മുമ്പത്തെ പരീക്ഷകൾ നടത്തുന്നുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളിപ്പോൾ അറിയേണ്ട ഒരു കാര്യം, PSC വെറ്ററൻസ് ആയ ആൾക്കാർ, സ്ഥിരം PSC എഴുതുന്ന ആൾക്കാർ, അവരെല്ലാം ഒരുപാട് അപ്ഗ്രേഡഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്? സത്യത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നോട് പറയാൻ പറ്റും നിങ്ങളുടെ യഥാർത്ഥത്തിൽ PSC കോമ്പറ്റീഷനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടെന്ന്? PSCയുടെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അക്കാഡമികൾ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ആയി, അല്ലെ? അപ്പൊ ഞങ്ങൾ എന്നെ തുടക്കത്തിൽ പറയുന്ന രീതിയിൽ ഇതൊന്നല്ല, പഴയ പാറ്റേൺ തന്നെ നല്ലതെന്ന് പറഞ്ഞവരല്ല ഇപ്പൊ സ്വയം അപ്ഗ്രേഡ് ചെയ്തു, റൈറ്റ്? അല്ലെങ്കിൽ അപ്ഗ്രേഡർ ആയ PSC വെറ്ററൻസ്, ഇപ്പൊ KS മെൻറ്ററിന്റെ എന്നെ ഒരു കഴിഞ്ഞ 3 കൊല്ലങ്ങളുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കമ്മ്യൂണിറ്റി ആയി, ഹൈലി അപ്ഗ്രേഡർ ആയ കമ്മ്യൂണിറ്റി. അതിനെല്ലാം പുറമെ ഇനി ഇതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ. നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്? നിങ്ങൾ നാളെ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങാൻ പോവാണ്, ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോവാ നിങ്ങൾ ഏപ്രിൽ 13 മുതൽ. നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്? ഇപ്പോഴെങ്കിലും ഈ 60 ദിവസമുള്ള സമയത്തെങ്കിലും ഇത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും? നിങ്ങൾക്ക് ദാറ്റ് എലമെന്റ്സ് അറിയണം. ഞാനിപ്പോൾ എവിടെയാണ്, എനിക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റ് വന്നാൽ ഞാൻ ആ ടോപ്പറിന്റെ ഒപ്പം എത്തും. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക എന്നുള്ളതും അതുവഴി നിങ്ങൾക്ക് കിട്ടുന്ന ആ സൈക്കോളജിക്കൽ ആ ഒരു മോറൽ ബൂസ്റ്റ് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് കിട്ടാനും നിങ്ങളൊരു ടെസ്റ്റ് സീരീസ് എഴുതണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടത്തില്ല. പരീക്ഷ തലേ ദിവസമായിരിക്കും. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. തലേ ദിവസം ഉണ്ടാകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ആ കമ്പ്യൂട്ടറിലെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ടില്ല, സൈബർ ക്രൈം ഞാൻ പഠിച്ചിട്ടില്ല, മലയാളം ഞാൻ അത് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ടുപോയി. കാരണം എന്താ? നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുത്തില്ല, നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയായിരുന്നു എന്ന്. നിങ്ങളിങ്ങനെ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, മേ ബി റിവിഷൻ കൂടെ ചെയ്യുന്നു, സ്റ്റിൽ ടെസ്റ്റ് സീരീസ് എടുത്തില്ലെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് എലമെന്റ് വിട്ടുപോയി. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ടെസ്റ്റ് സീരീസ് എടുക്കേണ്ടത്. അതിന് എന്താണ് ഒരു സയന്റിഫിക് ടെസ്റ്റ് സീരീസ്? ഒരു സയന്റിഫിക് ടെസ്റ്റ് സീരീസിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സയന്റിഫിക്കലി ഉള്ള ഒരു അപ്രോച്ച് അതെടുത്ത ടെസ്റ്റ് സീരീസ് ആണ് സയന്റിഫിക് ടെസ്റ്റ് സീരീസ്. അപ്പൊ സയന്റിഫിക് ടെസ്റ്റ് സീരീസ് കിട്ടണമെങ്കിൽ ആ ഡാറ്റ ഫിഡലിറ്റി എന്നുള്ള ഉണ്ടാവണം. ആ ടെസ്റ്റ് സീരീസ് ഇട്ട ക്വസ്റ്റ്യൻ ഇട്ടവൻ എടുത്ത ഡാറ്റ എവിടുന്നാണ്, അവൻ ഏത് ചോദ്യ പേപ്പറാണ് അവൻ കയ്യിലെടുത്ത്, ഇപ്പൊ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പാറ്റേൺ ചേഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതിന്റെ ടൈംലിനെസ്, അതിന്റെ അക്യുറസി, അത് അപ്ഡേറ്റ് ആയിപ്പെട്ടിട്ടുണ്ടോ, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ടെസ്റ്റ് സീരീസിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ ടെസ്റ്റ് സീരീസ് തരുന്ന റിസൾട്ട് ഒരിക്കലും നിങ്ങൾ വിചാരിച്ചായിരിക്കില്ല. ടെസ്റ്റ് സീരീസ് എഴുതിയിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും, ഓൺലൈനിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആവും. പക്ഷേ ആ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഡാറ്റ കിട്ടുമെങ്കിൽ അതല്ലേ ബെസ്റ്റ്. അവിടെ ഡാറ്റ കിട്ടിയാൽ മതിയോ? ഡാറ്റയെ അവർ അനലൈസ് ചെയ്തത് എങ്ങനെയാണ്? അവർ ആ ക്വസ്റ്റ്യനെയാണ് അനലൈസ് ചെയ്തത്. അവർക്ക് ആ ചോദ്യത്തിന്
ചോദ്യത്തിന്റെ സ്വഭാവം, പി എസ് സി പരീക്ഷയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, പി എസ് സിയുടെ ചോദ്യത്തിന് ഒരു സ്വഭാവമുണ്ട്, പി എസ് സിയുടെ ഓപ്ഷൻ ഒരു സ്വഭാവമുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ചോദ്യം ഇടുന്നവന്റെ മനസ്സിൽ എന്തുണ്ടാവത്തുള്ളൂ, ഇടാൻ പോകുന്ന ചോദ്യത്തെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവൂ. അത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഞാൻ ഈ വരാൻ പോകുന്ന പി എസ് സിയിൽ ഇത് എനിക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമോ. അതുകൊണ്ടാ ഈ ഒരു സയന്റിഫിക് അനാലിസിസ് റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന പരീക്ഷ തന്നെ വേണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ആരെ പരീക്ഷ വേണമെങ്കിൽ നിങ്ങൾ എടുക്കൂ. ആ ഒരു പരീക്ഷ എഴുതിയവൻ മാത്രമേ സ്മാർട്ടായിട്ട് എന്ത് ചെയ്തുള്ളൂ, റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുള്ളൂ. ആൻഡ് അവിടെയാണ് മാമാങ്കം വരുന്നത്, അല്ലെങ്കിൽ KS മെന്ററിന്റെ ടെസ്റ്റ് സീരീസ് വരുന്നത്. ഞങ്ങൾക്കറിയാം, ഞാൻ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതുവരെ ഊന്നി പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ സിലബസ് കംപ്ലീഷൻ ആൻഡ് റിവിഷൻ അത് നടത്തിയിരിക്കണം, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് കൊണ്ട് ഒരു ഉപകാരമില്ല, റൈറ്റ്. ആൻഡ് സെക്കൻഡ് തിങ്, ക്വസ്റ്റ്യൻ പാറ്റേൺ, PSC മാറിയ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം ഈ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോൾ. ആൻഡ് തേർഡ് തിങ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കണം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇത് 3 ഉറപ്പ് വരുത്തിയാൽ യെസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും ആ ഒരു ടെസ്റ്റ് സീരീസ് കൊണ്ട്. ഇത് 3 ഉറപ്പ് വരുത്തുന്നതാണ് മാമാങ്കം. ആൻഡ് റിവിഷനും സിലബസ് കവറേജ് എങ്ങനെ ഉറപ്പുവരുത്തും? ഈ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തർക്കും, ഈ ടെസ്റ്റ് സീരീസ് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമായ സിലബസ്, PSC യുടെ സിലബസ് എങ്ങനെ ഈ ടെസ്റ്റ് സീരീസ് കവർ ചെയ്യുന്നുള്ളത് കിട്ടും. ആൻഡ് അത് കിട്ടിയ ശേഷം ആ 6 റിവിഷൻ ടെസ്റ്റ് വഴി, റിവിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കിന്റെ ടെസ്റ്റോ 30 മാർക്കിന്റെ ടെസ്റ്റോ ഒന്നുമല്ല, 100 മാർക്കിന്റെ തന്നെ PSC നടത്തുന്ന അതേ മോഡലുള്ള, അതേ പാറ്റേണിലുള്ള, അതേ ഓപ്ഷൻസ് ഉള്ള PSCയുടേത് ആയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായും മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്തുണ്ടാവുക, ഈ 6 റിവിഷൻ ടെസ്റ്റും. ആ റിവിഷൻ ടെസ്റ്റ് കഴിയുന്ന സമയത്തോട്ട് നിങ്ങളുടെ സിലബസ് കവർ ചെയ്തിരിക്കും. പിന്നെ യഥാർത്ഥ PSC പാറ്റേണിൽ നടക്കുന്ന 4 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഇതോടെ കഴിയുമ്പോൾ നിങ്ങൾ ഇത് വൃത്തിക്ക് പഠിക്കുക. ഈ സിലബസ് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങൾ PSC പഠിച്ചു കഴിഞ്ഞിരിക്കും, സിലബസും റിവിഷനും നിങ്ങളുടെ കഴിഞ്ഞിരിക്കും. അടുത്ത വേണ്ട എന്താ, ഇതുകൂടെ എല്ലാം കവർ ചെയ്തോ എന്നുള്ള നിങ്ങളുടെ ഒരു സംശയം. തീർച്ചയായും കവർ ചെയ്തിരിക്കും. 4000-ലധികം ടോപ്പിക്കുകൾ 100% ഈ ടെസ്റ്റ് കഴിയുമ്പോൾ. 4000 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഇതൊക്കെ കവർ ചെയ്യുമെന്ന് വിചാരിക്കേണ്ട, തീർച്ചയായും കവർ ചെയ്തിരിക്കും. അതും അതിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുന്ന ആൾക്ക് വരുന്ന അബദ്ധം എന്താണെന്നറിയോ, അത് UPSC മേഖലകളിലും സ്ഥിരമായിട്ട് കാണുന്നുള്ള. ഇവര് ടെസ്റ്റ് സീരീസ് എടുക്കും, പക്ഷെ ഇതിന്റെ എക്സ്പ്ലനേഷൻ എടുക്കത്തില്ല. ഇതിലെ ഓരോ ഓപ്ഷനും നിങ്ങളോട് അടുത്ത ചോദ്യം പറഞ്ഞു തരാനുണ്ട്, ഇതിൽ ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് അടുത്ത ചോദ്യം പറഞ്ഞു തരാനുണ്ട്, ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റിനും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ചോദ്യം പറഞ്ഞു തരാനുണ്ട്. അത് നിങ്ങൾ കാണണം. നിങ്ങൾ ഉത്തരം ശരിയെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയോ ഉത്തരം തെറ്റി എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുകയോ അല്ല ചെയ്യേണ്ടേ. ആ ചോദ്യത്തെ നിങ്ങൾ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലൈവ് എക്സ്പ്ലനേഷൻ സെഷൻ വേണം. അത് നിങ്ങൾക്ക് മാമാങ്കത്തിൽ കിട്ടിയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻ പാറ്റേൺ. ഏത് തരത്തിലുള്ള പാറ്റേൺ ആണ്? PSC സ്റ്റേറ്റ്മെന്റുകൾ അതുപോലെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ PSC ചോദ്യമെന്ന് നിങ്ങൾക്ക് കണ്ടാലേ തോന്നുന്നുണ്ടോ? ഓപ്ഷൻസ് PSC തരുന്ന പോലെയാണോ? ഇനി PSC മാറുന്ന ചില പാറ്റേൺ ലൈക്ക് പെയർ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാനുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ, അത് റിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടോ? ഇങ്ങനെ തുടങ്ങി PSCയുടെ പാറ്റേൺ യഥാർത്ഥത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് സീരീസ് തന്നെയായിരിക്കും എന്ത്, മാമാങ്കം. ആൻഡ് ഫൈനലി കോമ്പറ്റീഷൻ. ഇതാണ് ദ ക്രൂഷ്യൽ വൺ. നിങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 4 കൂട്ടുകാരുടെ ഇടയിൽ ടെസ്റ്റ് സീരീസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണ്, നിങ്ങൾ ഏകദേശം ഒരേ ലെവലായിരിക്കും ചിലരെങ്കിലും. പക്ഷെ നിങ്ങൾ ഇവിടെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് KS മെന്ററിലെ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ്, പുറത്ത് വരുന്ന ദി ബെസ്റ്റ് കാൻഡിഡേറ്റ് ഓർ ബെസ്റ്റ് ആസ്പിരൻസ് ഇൻ ദി കേരള, അവരായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ആ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് മുകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം, ഞാനാണ് ഇന്ന് കേരളത്തിൽ ഈ കോമ്പറ്റീഷന് മുന്നിലുള്ളത്. ആൻഡ് അത് മാത്രമല്ല, അനാലിസിസ്. എൻ്റെ ഏത് ടൈപ്പ് ചോദ്യമാണ് തെറ്റിയത്, എൻ്റെ പ്രശ്നം എവിടെയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ട്രിക്ക് ഉപയോഗിക്കാത്തതുകൊണ്ടാണോ ഞാൻ തെറ്റിയത്, ഇങ്ങനെ തുടങ്ങി ആ ഒരു കോമ്പറ്റീഷൻ റിഫ്ലക്റ്റ് കൂടെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനപ്പുറം എന്ത് വേണം? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾ എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ആൻഡ് അത് എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് എന്തുകൊണ്ട് KS മെന്ററിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും KS മെന്റർ റിസൾട്ടുകളാണ്. അപ്പോൾ KS മെന്റർ ഇത്തരം റിസൾട്ടുകൾ വീണ്ടും ഈ പറഞ്ഞ കമ്പനി ബോർഡിലും ഡിഗ്രി തല പരീക്ഷകൾ ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഫിഡൻസോടെ പറയാണ് കഴിഞ്ഞ ടെസ്റ്റ് സീരീസുകളിലും 60%-ലധികം ആൻഡ് ക്ലോസർ ടു 70-80% ക്വസ്റ്റ്യൻ ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ഈ അനാലിസിസിന്റെ പുറത്ത് പറയുന്നതാണ്. ആൻഡ് ഈ ടെസ്റ്റ് സീരീസ് എഴുതിയിട്ട് നിങ്ങൾക്കും എന്ന് പറയാം, ഈ കോൺഫിഡൻസോടുകൂടി പറയാം, ഈ ടെസ്റ്റ് സീരീസ് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ ടെസ്റ്റ് സീരീസ് ഈ രീതിയിൽ കവർ ചെയ്യാണ്, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ എക്സ്പ്ലനേഷൻ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിലബസ് കവർ ചെയ്തിരിക്കും. നിങ്ങൾ കോമ്പറ്റീഷനിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു കുറച്ച് പടികൾ മുന്നോട്ട് എത്തിയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് മോർ ദാൻ 60-70 നിങ്ങൾക്ക് നിങ്ങൾ കട്ട് ഓഫ് കയറുന്ന അത്ര ചോദ്യം നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസിൽ നിന്ന് മാത്രം കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളെ എങ്ങനെ ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള കോമ്പറ്റീഷൻ മനസ്സിലാക്കി തരണം എന്നുള്ള
എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ആ ആഗ്രഹം അല്ലെങ്കിൽ ആ കോമ്പറ്റീഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിയണമെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന ടെസ്റ്റ് സീരീസിൽ പങ്കെടുക്കലാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇവിടെ വന്നിട്ട് കാണാം. ഗുഡ് ബൈ.